എന്തൊക്കെയുണ്ട്? എല്ലാവർക്കും സുഖമാണെന്ന് പ്രതീക്ഷിക്കുന്നു. വീട്ടിലത്തെ രണ്ടാമത്തെ മൂന്നാമത്തെ നാലാമത്തെ അഞ്ചാമത്തെ ദിവസമൊക്കെയാണ് ഒന്ന് സമാധാനമായിട്ട് വീട്ടിൽ നിന്നൊരു ഫ്രഷായിട്ട് മുടിയൊക്കെ വെട്ടി ചെറിയൊരു ഇൻട്രോയും കാര്യങ്ങളൊക്കെ എടുത്ത്. സോ ഇന്ന് നമ്മൾ ആക്ച്വലി കുറച്ച് പരിപാടികളായിട്ട് പുറത്തിറങ്ങാൻ പോവാണ്. സത്യം പറയുകയാണെങ്കിൽ 3 മാസത്തിന് ശേഷം നാട്ടിലെത്തിയിട്ട് ചെറിയൊരു എറണാകുളം ട്രിപ്പ്. അതുപോലെ തന്നെ അനിയൻ എന്തൊക്കെ പരിപാടികളുണ്ടെന്ന് പറയുന്നുണ്ട്, ആരൊക്കെ കാണണം എന്നൊക്കെ പറയുന്നുണ്ട്, എന്തൊക്കെ പരിപാടികളുണ്ട്. മുടി വെട്ടിയത് എങ്ങനെയുണ്ടെന്ന് താഴെ കമൻറ്റ് ചെയ്യട്ടോ. കാലത്ത് തന്നെയാണ്, അതുകൊണ്ട് ഞാൻ ഷേവ് ചെയ്തു, എല്ലാം ഒന്ന് സെറ്റ് ചെയ്തു. സോ അവിടെ ഇവിടെയൊക്കെ വിസിലടിക്കുന്ന സൗണ്ട് കേൾക്കാനുണ്ട് കേട്ടോ. സോ ഇന്ന് നമ്മൾ എറണാകുളത്തേക്ക് ഒന്ന് പോകണം. 3 മാസത്തിന് ശേഷമാണ് പോണത്. അപ്പോൾ ഞാൻ എറണാകുളത്തേക്ക് എന്തിനാണ് പോകണമെന്ന് ചോദിക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് ചെറിയൊരു ഇൻ്റർവ്യൂ ഉണ്ട് ഗൈസ്. തൃശ്ശൂർ ആർക്കും നമ്മൾ വേണ്ട, തൃശ്ശൂരുള്ളവർ എറണാകുളത്തുള്ളവർക്ക് മതി കേട്ടോ. അതുകൊണ്ട് എറണാകുളം വരെ പോയിട്ട് നമ്മൾ ചെറിയൊരു എൻ്റെ ലൈഫിലെ ആദ്യത്തെ ഇൻ്റർവ്യൂ നമ്മൾ കൊടുക്കുകയാണ് സുഹൃത്തുക്കളെ. ആകാശവാണി, ദൂരദർശൻ, ആകാശവാണി കേട്ടോ, ആകാശവാണി ഓൾ ഇന്ത്യ റേഡിയോ, ആകാശവാണി ഓൾ ഇന്ത്യ റേഡിയോയിലാണ് നമ്മൾ ചെറിയൊരു ബൈറ്റ് കൊടുക്കാൻ പോണത്. ഓഡിയോ ഫൈതായിട്ടായിരിക്കും കൊടുക്കുന്നുണ്ടാവുക കേട്ടോ. സൂപ്പർ എക്സൈറ്റഡ്. ഞാനിതുപോലെ ഒരു വട്ടം എങ്ങനെ കാശ്മീർ എത്തിയെന്ന് പറഞ്ഞിട്ട് എൻ്റെ ആഗ്രഹങ്ങളും രീതികളൊക്കെ ഭയങ്കര വേറിട്ട ഇതുകളാണ് കേട്ടോ. കാരണം മൗണ്ടൻ ബൈക്കിംഗ്, ആ ഒരു സൈക്കിളും കൊണ്ട് ഓഫ് റോഡ് ചെയ്ത ആൾക്കാരെ കൂടുതൽ അറിയിക്കണം, അങ്ങനത്തെ ഒരു മൈൻഡിലായിരുന്നു ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഇങ്ങനെ ഒരു യാത്ര പോകുമ്പോൾ എല്ലാവരും ഇൻസ്റ്റാഗ്രാമിലും കുറേ പേരിട്ട് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, ബ്രോൻ്റെ മാത്രം തന്നെ ന്യൂസിൽ വരാത്തത്, ബ്രോ ന്യൂസിനൊന്നും വിളിച്ചില്ലേ എന്നുള്ളത്. എനിക്ക് യാത്ര തുടങ്ങുമ്പോൾ അധികം ആൾക്കാർ ഉണ്ടായില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷേ യാത്ര കഴിഞ്ഞ് തിരിച്ച് വരുമ്പോൾ കുറേ പേര് ഉണ്ടായിരുന്നു കേട്ടോ. അതായിരുന്നു എൻ്റെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നത്. പിന്നെ ന്യൂസിലൊക്കെ യാത്ര കഴിഞ്ഞ് അവിടെ സക്സസ്ഫുള്ളി എത്തിയതിന് ശേഷം ന്യൂസിലൊക്കെ ഒരു ഇത് കൊടുക്കണമെന്നുണ്ടായിരുന്നു. ഭാഗ്യവശാൽ നമ്മുടെ നാട്ടിൽ നേരെ തിരിച്ചാണ് ഗൈസ്. എല്ലാം തുടങ്ങി വയ്ക്കാൻ മാത്രമേ ആൾക്കാർക്ക് താല്പര്യമുള്ളൂ. അത് കഴിഞ്ഞോ എന്തായി എത്തിയെന്നൊന്നും ആൾക്കാർക്ക് അറിയാൻ താല്പര്യമില്ല. കാരണം ഞാൻ ഇങ്ങനെ എടുത്തു പറയാൻ കാരണം ഒരു ന്യൂസ് ചാനലിനെ വിളിച്ചപ്പോൾ പരിപാടിയൊക്കെ കഴിഞ്ഞില്ലേ, ഇനിയിപ്പോൾ എന്താ ഇതുള്ളത് എന്ന് പറയാം, അങ്ങനത്തെ ഒരു ഇതിട്ടോ. ഞാൻ അത്രേ ഉള്ളൂ. കാരണം ഞാൻ മനസ്സിൽ വിചാരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇത് വേണമെങ്കിൽ നമ്മളൊരു ഞാനിപ്പോൾ കുറേ വീഡിയോസ് ഇങ്ങനെ കാണാറുണ്ട്. സൈക്കിളും ചവിട്ടി പോകാൻ പോകുന്നു, ഞങ്ങൾ യാത്ര തുടരുന്നു, ന്യൂസിലൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ന്യൂസ് ചാനലിൽ പറയും എല്ലാവിധ അഭിനന്ദനങ്ങളും, പോയിട്ട് വായോ എന്ന് പറയും. പക്ഷേ ഞാൻ എന്നിട്ട് ഒരു മാസം കഴിഞ്ഞിട്ട് ഈ ന്യൂസിൽ തന്നെ വെച്ച് നോക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ന്യൂസ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മീഡിയ വെച്ച് നോക്കും, അവൻ്റെ അപ്ഡേറ്റ് എന്തായി, അവൻ തിരിച്ചെത്തിയോ, സേഫായിട്ട് എത്തിയോ, ആ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവുമല്ലോ. അത് പക്ഷെ ആർക്കും ആ ഒരു ഇത് കാണണമെന്ന് ആഗ്രഹമില്ല എന്ന് തോന്നുന്നുണ്ട്, അറിയില്ല, ഒരു സിസ്റ്റം അങ്ങനെ ആയതുകൊണ്ടായിരിക്കും കേട്ടോ. നമ്മുടെ ബൈക്ക് ഹണ്ടർകൂട്ടൻ കുറച്ച് ചെളിയും കാര്യങ്ങളൊക്കെ ഇവിടെ ആയിട്ടുണ്ട്, വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നുമില്ല. ഇതിലാണ് നമ്മൾ പോണത് കേട്ടോ. അപ്പോൾ ഓൾ ഇന്ത്യ റേഡിയോയിൽ നമ്മളെ വിളിച്ച ആൾ പറഞ്ഞു കുറച്ച് നേരത്തെ ഇറങ്ങിക്കോ, കാരണം 3 മാസം ഇവിടെ ഉണ്ടായിരുന്നില്ലല്ലോ, അപ്പോൾ വഴികളൊക്കെ കുറച്ച് മാറ്റങ്ങളൊക്കെ വ്യത്യാസം വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു കേട്ടോ. എന്താണ് എറണാകുളം റൂട്ടിൽ വ്യത്യാസം വന്നതെന്ന് എനിക്കറിയില്ല കേട്ടോ. ബ്ലോക്ക് ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. ഞാൻ പോകുമ്പോൾ പുതുക്കാട് ബ്ലോക്ക് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു, റോഡ് പണി ഞാൻ തോന്നുന്നുണ്ട് കേട്ടോ, അറിയില്ല. എന്തായാലും 3 മാസത്തിന് ശേഷം ഒന്ന് പുറത്തിറങ്ങല്ലേ, എന്തൊക്കെ വ്യത്യാസങ്ങൾ, എന്തൊക്കെയാണ് കാര്യങ്ങളും എന്നൊക്കെ നോക്കാം. ഇവിടെ അനിയൻ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്, അവന് സമയം കുറച്ചധികം വേണം. എടാ മോനെ, എന്തായി? സൺസ്ക്രീം എനിക്ക് വേണം കേട്ടോ, സൺസ്ക്രീം എനിക്ക് വേണം. വേറെ ഒന്നും എടുക്കാനില്ലല്ലോ. ഇന്നെന്താ എന്തൊക്കെയാ എവിടേക്കൊക്കെ പോകണമെന്നൊക്കെ പറയണ്ടായിരുന്നില്ല? എനിക്ക് പോകണ്ടേ? നിനക്ക് എന്നിട്ടാണ് ഇവിടെ പോകണമെന്ന് പറഞ്ഞത്? ആലുവയിലേക്ക് എവിടേക്കൊക്കെ കാണാനാ? ഇന്നലെ ബാംഗ്ലൂരായിരുന്നു, ഇന്ന് ജർമ്മനി, നാളെ ന്യൂസിലാൻഡ്, പിന്നെ ജപ്പാൻ, പിന്നെ തായ്ലാൻഡ്, പട്ടായ. ഓരോ ദിവസവും ഓരോ രാജ്യങ്ങളവൻ. അങ്ങനെയല്ല കേട്ടോ, അങ്ങനെയല്ല ഉദ്ദേശിച്ച. എല്ലാ ദിവസവും രാത്രിയാകുമ്പോൾ അവര് എങ്ങനെയാണ് ഇതൊക്കെ വരും കേട്ടോ. അപ്പോൾ സത്യം പറയുകയാണെങ്കിൽ +2 കഴിഞ്ഞു, ഒരു ബാംഗ്ലൂർ കോളേജ് ഹണ്ട് എന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ ഒരു സീരീസ് വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ഉറച്ച തീരുമാനത്തിൽ. കാരണം കൂട്ടുകാർ വരുമ്പോഴും ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഓരോ ന്യൂസും കളക്ട് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഓരോ ദിവസവും ഇങ്ങനെ പറയും ഇവിടെ പോകണം. അപ്പോൾ ഞാൻ ഇപ്പോൾ പോകുന്നുണ്ടല്ലോ, അപ്പോൾ എന്തായാലും ആലുവയിലോ അവിടെ ഇങ്ങോട്ട് എങ്ങോട്ടേക്ക് പോകുന്ന സ്ഥലമൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. സോ അതും നോക്കണം. അപ്പോൾ എന്തായാലും പോവാ. റെഡിയായാ? വായോ പോവാ. അവനൊക്കെ കംപ്ലൈൻറ്റാ, അവനെ കുറിച്ച് നല്ലതൊന്നും ആരും പറയണില്ലല്ലോ. പക്ഷെ പാവാട്ടാ, ജോക്ക് ഭയങ്കര മിടുക്കനാ. എന്നെ കുറിച്ച് വന്നപ്പോ തുടങ്ങിയതാ ക്യാമറ പൊത്തരുത് ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ എൻ്റെ അടുത്ത്. അയ്യോ, സൺസ്ക്രീം തേച്ചിട്ട് പോട്ടെ കേസ്. നമ്മുടെ ആദ്യത്തെ ബ്ലോക്ക് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ആദ്യത്തെ ബ്ലോക്ക്
നമ്മുടെ ഇത് എവിടെയായിരുന്നു? അപ്പോളോ എത്തിയിട്ടില്ലല്ലോ? പേരാമ്പ്ര എത്തിയോ? ഇല്ല, പേരാമ്പ്ര പോകണം കേട്ടോ. കൊടകര ഓവർ ബ്രിഡ്ജ് കഴിഞ്ഞിട്ടുള്ളൂ. ഇതാണ് ആദ്യത്തെ ബ്ലോക്ക് തന്നെ കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് വേറൊരു ബ്ലോക്ക് കൂടി ഉണ്ടെന്നാണ് പറഞ്ഞു, കൊരട്ടി ഭാഗത്തിട്ടോ. ഇവിടെ ഫുള്ള് നമ്മുടെ പുതിയ ഹൈവേയുടെ പണിയാണെന്നാണ് എൻ്റെ വിശ്വാസം. അതന്നെ ആയിരിക്കും, വേറെ ഇപ്പോൾ ഏതാ ഹൈവേ വരണല്ലേ. പക്ഷെ കുറച്ച് പണിയാട്ടോ, നേരത്തെ ഇറങ്ങണം. കാരണം എന്നോട് ഞാൻ ഈ വഴിയൊക്കെ 3 മാസം മുന്നേ ഇടയ്ക്കിടയ്ക്ക് പോണ വഴിയാണ്. പക്ഷെ അപ്പോഴൊന്നും ഇത്രയ്ക്ക് ബ്ലോക്ക് ഉണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷെ ഇപ്പോൾ പണി മുന്നോട്ട് പോകുന്ന കാരണം നല്ല രീതിയിൽ ആയി തുടങ്ങിയിട്ടുണ്ട്. നമ്മളിപ്പോൾ പോണത് ഫുട്പാത്തിൽ കൂടെ കേട്ടോ. നമ്മുടെ അർബൻ ഫ്രീ റൈഡ് ഇല്ലേ, അതിൽ പോകുന്ന പോലെയാണ് നമ്മളിപ്പോൾ പോയോണ്ടിരിക്കണത്. എൻ്റെ മോനെ അപ്പോൾ എത്തിയിട്ടില്ല കേട്ടോ. ഇപ്പോൾ സമയം 9 മണി. 9:30 മുന്നേ കൊരട്ടി കടന്നില്ലെങ്കിൽ പണിയാവും കേട്ടോ. ഓഫീസ് ടൈമിൻ്റെ പീക്ക് ടൈം എത്തും 9:30-10 മണി ആ ഒരു സമയം. കാറിലൊക്കെ പോണവരെ സമ്മതിക്കണല്ലേ, ഇങ്ങനെ നിരങ്ങി പോണ്ടേ. ബൈക്കായതുകൊണ്ട് ഇതുപോലെ ഇങ്ങനെയൊക്കെ വെട്ടിച്ച് പോവാം. നിറച്ച് ബ്ലോക്കാ. ഓ ഡിഫൻഡർ മമ്മൂട്ടി അല്ലല്ലോ. മമ്മൂട്ടിയുടെ നമ്പർ ഇതല്ല, 4000 അല്ല. മമ്മൂട്ടിയല്ല, ഉള്ളില് ഗണപതിനെ വെച്ചിട്ടുണ്ട്. മമ്മൂട്ടിയല്ല. അപ്പൊ ഉള്ളിൽ ഗണപതിനെ വെച്ചാൽ മമ്മൂട്ടി ആവാണ്ടിരിക്കോ? മുസ്ലിമല്ലേ? നമുക്ക് എടുത്തിരിക്കാം. നല്ല രസമുണ്ടല്ലോ വണ്ടി. പിന്നെ കാശ് കൊടുത്താൽ നല്ല രസമുണ്ടാവും. അല്ല എന്നാലും സാധനം കൊള്ളാം. ഇതിന് കുറെ മോഡലുണ്ടോ ആ ഡിഫൻഡറിന്? നമ്മൾ കാണുമ്പോ ഒക്കെ വല്ല ഒരു ഡിഫൻഡറാ, പക്ഷെ അതിന് കുറെ മോഡലുണ്ട്. അത് പോയി. അങ്ങനെ ഞങ്ങൾ ഹൺറൂട്ടുകനായിട്ട് നമ്മൾ ഇവിടെ ഓൾ ഇന്ത്യ റേഡിയോ ആകാശവാണിയിൽ എത്തിയിട്ടുണ്ട് സുഹൃത്തുക്കളെ. ഹെൽമെറ്റും കാര്യങ്ങളൊക്കെ ഊരി വെച്ചു. റെഡിയായാ? കണ്ണാടി എടുക്കുക അവിടെ നിന്ന്. സോ ഇതാണ് അവരുടെ ഓഫീസ് വരുന്നത് കേട്ടോ. ഈ ഓഫീസിൽ വരാൻ വേണ്ടിയിട്ടാണ് എന്നോട് പറഞ്ഞിരിക്കണത്. സോ നോക്കി നോക്കാം. ആദ്യമായിട്ട് മറ്റേ ചെവിട്ടിൽ മറ്റേ സാധനം വയ്ക്കാമോ, മറ്റേ അത് വെച്ചിട്ടൊരു ഫോട്ടോ എടുക്കണമെന്നുണ്ട്. ഞാൻ വിളിച്ചു നോക്കട്ടെ കേട്ടോ. ഇവിടെയാണ് ഓഫീസ് വരണത്. എടാ 2 പേരും വേണോ? എടാ പേരെഴുതിക്കോ. ഞാൻ ഇതിൻ്റെ ബോർഡൊന്ന് കാട്ടിത്തരാം കേട്ടോ നിങ്ങൾക്ക്. HMT ജംഗ്ഷനിലാണ് ഇതിൻ്റെ ഓഫീസ് വരുന്നത്. HMT ജംഗ്ഷൻ. ഇതോ ഓൾ ഇന്ത്യ റേഡിയോ കൊച്ചി, ആകാശവാണി കൊച്ചി. യെസ്. സോ ലെറ്റ്സ് ഗോ ഗൈസ്. അങ്ങനെ 20 മിനിറ്റ്, അരമണിക്കൂർ സംസാരിക്കുള്ളൂ എന്ന് കരുതിയ ഞാൻ 1 മണിക്കൂർ ഇത് ചെയ്തു കേട്ടോ. ഗവൺമെൻറ് ഇതായതുകൊണ്ട് വീഡിയോയും ഇതൊക്കെ പ്രൊഹിബിറ്റഡ് ആണ് ഇവിടെ. ഗവൺമെൻറ് അണ്ടറിലായതുകൊണ്ട് ആകാശവാണി അറിയാലോ. അപ്പോൾ പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇനി ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നുണ്ടാ. വെള്ളം കുടിക്കാൻ വിശക്കണ്ട? ഇല്ല അല്ലേ? വിശക്കണില്ല. കാലത്തൊന്നും കഴിച്ചില്ല കേട്ടോ. പെട്ടെന്ന് ഇങ്ങോട്ട് പോകുന്നത് നേരം വൈകുന്നേരം ബ്ലോക്കുള്ള കാരണേ. അപ്പോൾ നമുക്കതിപ്പോൾ എന്തെങ്കിലും കഴിക്കാന്നാവാ. വെള്ളം കുടിച്ച് നമുക്ക് പയ്യെ പോവാം. ഗൈസ് ഞങ്ങളിവിടെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി നിർത്തിയിട്ടാണ്. അനിയന് കാലത്ത് ഞാനൊന്നും വാങ്ങി കൊടുത്തില്ല, അതുകൊണ്ട് അനിയന് വിഷമം, വേദനയും നൊമ്പരമായിരുന്നു അനിയന്. വിശന്നാ നിനക്ക്? നല്ല രീതിയിൽ വിശന്നോളൂ അല്ലേ? ഞങ്ങളിവിടെ KR ബേക്കറിയിലാണ് ഫുഡ് കഴിക്കാൻ കയറിയിരിക്കുന്നത് കേട്ടോ. KR ബേക്കറിയിൽ ബിരിയാണിയും അതുപോലെ തന്നെ നൂഡിൽസ്. അനിയൻ നോയമ്പുണ്ട്, അപ്പോൾ അനിയന് നൂഡിൽസ്, എനിക്ക് ബിരിയാണി, അച്ചാറ്, സർലാസ്. സോ നാടൻ ഭക്ഷണം. പുറത്തുനിന്ന് ബിരിയാണി കഴിച്ചിട്ടില്ല ഞാൻ തരാം വന്നിട്ട്. ആദ്യത്തെ ബിരിയാണി കഴിച്ചു നോക്കട്ടെ കേട്ടോ. ചിക്കൻ ബിരിയാണി ആദ്യം നമുക്ക് സെർവ് ചെയ്യാം ഗൈസ്. സെർവ് ചെയ്തിട്ട് നമുക്ക് പയ്യെ പിടിക്കാം കേട്ടോ. അതിനുശേഷം അനിയന് ഏതൊരു കോളേജ് പരിപാടിയിലേക്കൊക്കെ പോകണമെന്ന് പറയുന്നുണ്ട്. എൻ്റെ ചിക്കൻ ബിരിയാണി ഉണ്ടോ, അനിയൻ്റെ ഇതാണ് വരുന്നത്, എഗ് നൂഡിൽസാണ് വരുന്നത്. ഇവിടെ HMT ജംഗ്ഷനിൽ ഏതോ വേറെ ഹോട്ടൽ എനിക്കറിയില്ല കേട്ടോ, അല്ലെങ്കിൽ അവിടെ പോകുമായിരുന്നു. ഞാൻ കുറച്ച് ബിരിയാണി ഇട്ടിട്ടുണ്ട്, പിന്നെ കുറച്ച് സാലഡ് എടുക്കട്ടെ.
നിന്റെ നൂഡിൽസ് കഴിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് അറിയണ്ട. ഈന്തപ്പഴത്തിൻ്റെ അച്ചാറാണെങ്കിൽ കുറച്ചുകൂടി അടിപൊളി ചെയ്യാനായിട്ടാ. ഏത് അത് പക്ഷെ കുറേ ദൂരല്ലേ, നമ്മൾ കാലത്തൊന്നും കഴിച്ചിട്ടില്ല. പിന്നെ ഉച്ചയ്ക്ക് ലേറ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ പണിയാവും. ഫുഡ് കഴിക്കുമ്പോൾ മറ്റേ തീറ്റയുടെ ഇത് തിന്നു പിടിപ്പിക്കല്ലേ ആ സാധനം. അതൊക്കെ പകുതിയൊക്കെ ഒരു ഉപ്പുമുളകൊക്കെ ചേർത്ത് പറയണത് കേട്ടോ, അല്ലാണ്ട് നമ്മളാരെയും ഇത് ചെയ്യാറില്ല, ഉപദ്രവിക്കാറില്ല കേട്ടാ. ബിരിയാണി അടിപൊളിയുണ്ട്, ടേസ്റ്റ് ഉണ്ട്. സോ ഫുഡ് കഴിക്കട്ടെ, എന്നിട്ട് വേറെ എങ്ങനെയൊക്കെ പോകണമെന്ന് പറയുന്നുണ്ട് കേട്ടോ. അതായത് ഒരു അക്കാഡമിയിലേക്കൊക്കെ പോകണമെന്ന് പറയുന്നുണ്ട്. നോക്കട്ടെ. അനിയൻ്റെ +2 കഴിഞ്ഞല്ലോ. +2 കഴിഞ്ഞിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് നേരത്തെ വീഡിയോയുടെ തുടക്കം പറഞ്ഞോണം. ആദ്യം ബാംഗ്ലൂരായിരുന്നു, പിന്നെ ഇത്. അപ്പോൾ നോക്കട്ടെ. ഞങ്ങൾ അങ്ങനെ അനിയനെ പഠിക്കാനുള്ള ഏതൊരു അക്കാഡമിയിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ ആക്ച്വലി ചെറിയ കോഴ്സും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി വന്നതാണ്. എന്താ സംഭവം എന്ന് അറിയാൻ വേണ്ടിയിട്ട്. എന്തായാലും നടക്കുമോ? നടക്കുമോ? എന്തായാലും ഒരു തീരുമാനമാക്കോ നീ? എന്തായാലും ഒരു തീരുമാനമാക്കുന്നു. കുറേ ആയിട്ട് നടക്കണം ഓരോ സ്ഥലങ്ങളിൽ. നോക്കട്ടെ എന്തായിരിക്കും ഇവിടുത്തെ അവസ്ഥ എന്നിട്ടാ. ഞാൻ സ്ഥലവും കാര്യങ്ങളൊന്നും പറയണില്ല, പക്ഷെ അന്വേഷിക്കാൻ വേണ്ടി വന്നതാ. പോയി അന്വേഷിച്ചോ? ഫീസ് ഞാൻ കൊടുത്തിട്ടുണ്ട് അവിടെ. മറ്റേ എന്തോ റെസിപ്റ്റും കാര്യങ്ങളൊക്കെ ചോദിക്കണ്ടായിരുന്നു അവർ. സപ്പോർട്ട് കേസ് ഒടുക്കത്തെ ചൂട് കേട്ടോ. അവിടെ നിന്ന് കയറി വന്നിട്ടേ ഭയങ്കര ചൂട്. എൻ്റെ പൊന്നെ ഒരു രക്ഷയില്ല. എന്തായാലും അപ്ഡേറ്റ് കിട്ടുമോ നോക്കിയിട്ട് എന്തായാലും ഒരു തീരുമാനമാക്കിയിട്ട് വരാം. അവരോട് ചോദിച്ചോ ഓഫീസ് എവിടെയാന്ന്. ഗൈസ് ഫസ്റ്റ് ഇമ്പ്രഷൻ കൊള്ളാം. നല്ല ഇതുണ്ട്, രസമുണ്ട്. ഇവിടെയുള്ള ഫാക്കൽറ്റികളും കൊള്ളാം. ഞങ്ങളിവിടെ പിടിച്ചിരുത്തിയിട്ടുണ്ട് കേട്ടോ. നോക്കി നോക്കട്ടെ. അനിയൻ നെർവസ് ആണ്. പ്രിൻസിപ്പാളിനെ പോയി കാണണം. പേടിയുണ്ടോ ചെറുതായിട്ട്? ഇന്ന് തീരുമാനം എടുക്കണം കേട്ടോ. ഇന്നെടുക്കും. എക്സാം കഴിഞ്ഞിട്ട് എത്ര ആളായിപ്പോ? ഒരാഴ്ച എക്സാം കഴിഞ്ഞിട്ട് 2 മേലെ. തമ്പുരാനറിയാം ഗൈസ്. എല്ലാവരെയും കണ്ട് ഓഫീസിൽ കണ്ട് ഞങ്ങൾ പോവാൻ വേണ്ടി നിൽക്കാണ്ട് ഗൈസ്. ഇവൻ ഓരോന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് നോക്കണം കേട്ടാ. ഒരു പരീക്ഷ തോറ്റു കഴിഞ്ഞ് കഴിഞ്ഞാൽ 10,000 രൂപ കൂടുതൽ അടയ്ക്കണം. എൻ്റെ ദൈവമേ, ഒരു പരീക്ഷ തോറ്റു കഴിഞ്ഞാൽ കേട്ടാ ഞാൻ ഞെട്ടിപ്പോയി. 10,000 രൂപ കൂടുതൽ അടയ്ക്കണം ആ പരീക്ഷ വീണ്ടും എഴുതണമെങ്കിൽ. അല്ലെങ്കിൽ 17,000 രൂപയാണ് ആദ്യത്തെ ഫീസ് വരുന്നത് ജർമ്മൻ പഠിക്കാൻ കേട്ടോ. ഇനി അടുത്ത് വന്നിട്ടായിരുന്നു പ്ലാൻ കർണാടകയല്ലേ. ഇനി കർണാടകയിൽ പോയിട്ട് കോളേജ് ഹണ്ട് ഉണ്ട് ഗൈസ്. കോളേജ് ഹണ്ടിന് ബാംഗ്ലൂർ പോകണമെന്ന് പറഞ്ഞ് നിൽക്കുന്നുണ്ട്. ഒരു രക്ഷയില്ല ഗൈസ്. ഞാൻ ചുമ്മാ ജർമ്മൻ പഠിപ്പിക്കുന്ന ഒരു സ്ഥലത്തേക്ക് വന്നതാണ്. ജർമ്മൻ പഠിപ്പിക്കാൻ അവർക്ക് 17,000 രൂപ A1. 17,000 രൂപ A1ൽ ആ 17,000 രൂപ കൊടുത്തിട്ട് A1 പരീക്ഷ തോറ്റു കഴിഞ്ഞാൽ പ്ലസ് 10,000 രൂപ അടുപ്പിച്ച്, എത്ര കൃത്യം എമൗണ്ട് അല്ല കേട്ടോ, 10,000 രൂപ അടുപ്പിച്ച് ഞങ്ങൾ കൊടുക്കണം. ആ പരീക്ഷ വീണ്ടും റിപ്പീറ്റ് ചെയ്യണമെങ്കിൽ ഈ പൊട്ടനെ വിശ്വസിച്ചിട്ട് 1,00,000 രൂപ ഇറക്കി കഴിഞ്ഞാൽ നഷ്ടം. അതിനെക്കാട്ടും ഭേദം ട്രിപ്പിലേക്ക് യൂട്യൂബിലേക്ക് കാശ് ഇറക്കണതാ. എടാ അതിന് അനിയന് ഈ വീട്ടിൽ നിന്ന് എങ്ങനെയും വീട്ടിൽ നിന്ന് രക്ഷപ്പെട്ടാൽ മതി. എൻ്റെ അടുത്തുനിന്ന് ഡാഡിയുടെ അടുത്തുനിന്ന് അമ്മയുടെ അടുത്തുനിന്ന് ജീവനോന്റെ അടുത്ത് രക്ഷപ്പെടാനൊന്നുമില്ല. നീയെ എടാ മോനെ പരീക്ഷ തോറ്റു കഴിഞ്ഞ് കഴിഞ്ഞാൽ കുടുംബം പണയം വയ്ക്കേണ്ടി വരും കേട്ടാ. പകുതി എനിക്കുള്ളതില്. ഇവനെ ഇത് പഠിപ്പിച്ച് മുതലാക്കണമെങ്കിൽ ശരിയാവുന്നതല്ലോ എൻ്റെ പൊന്നെ. കാരണം ഞങ്ങളുടെ ഫാമിലിയിൽ എൻ്റെ ആദ്യമായിട്ടാണ് ഞാനങ്ങനെ അക്കാഡമിക്കിന് അത്ര ഇതൊന്നുമല്ല, പഠിക്കാൻ ബ്രൈറ്റും ഇതും കാര്യങ്ങളൊന്നുമല്ല. എനിക്ക് എൻ്റെ ആവറേജ് അല്ല, ഞാൻ +2 കഴിഞ്ഞിട്ട് ഇങ്ങനത്തെ ഒരു സംഭവം ഞാൻ പഠിക്കുമ്പോൾ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇതിനെക്കുറിച്ച് സാധ്യതകളെ കുറിച്ച് പഠിക്കാനും അറിയാനൊന്നും വീട്ടിലും ആർക്കും താല്പര്യം ഉണ്ടായിരുന്നില്ല. കാരണം എൻ്റെ താല്പര്യങ്ങൾ വേറെയായിരുന്നു. അപ്പോൾ ഇവനാണ് ഇങ്ങനത്തെ ഒരു താല്പര്യം വരുന്നത്. അപ്പോൾ ഓരോ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വരുമ്പോഴാണ് ഓരോ കാര്യങ്ങൾ അറിയണത് കേട്ടോ. അതാണ് ഞാൻ പറഞ്ഞത്. കാരണം എൻ്റെ കാര്യത്തിൽ അവർക്ക് അങ്ങനെ തലപുണ്ടായിട്ട് വന്നിട്ടില്ല. എൻ്റെ വഴി ഞാൻ തന്നെ കണ്ടുപിടിച്ചിട്ടുണ്ടായത് എനിക്ക് എന്തായിരിക്കണം ഭാവിയിൽ എന്നുള്ളത് കേട്ടോ. അപ്പോൾ ഇവനാണ് കുറച്ചും കൂടി ഒരു ഇതുള്ളത്. എന്തെങ്കിലുമൊക്കെ ആകും മോനെ, എല്ലാം കൂടി മുടിപ്പിക്കായിരിക്കും കേട്ടോ. ട്രസ്റ്റ് ഒറ്റ ചവിട്ടും ഞാൻ കാശ് പോയിട്ടുള്ള പരിപാടി അത്. ഇനി അടുത്തത് ബാംഗ്ലൂർ ഹണ്ടാണ്. ബാംഗ്ലൂർ ഹണ്ട് എന്നാ പോവാ? ബാംഗ്ലൂർ ഹണ്ട് കോളേജ് തപ്പാൻ ഈ അടുത്ത് പോവാം. ഇവനെ പോവാന്ന് പറഞ്ഞാൽ മതി.
ഇവിടെ നിന്നേ ബസ് കയറി പോകട്ടോ നമുക്ക്. കോളേജ് ഹണ്ട് ബാംഗ്ലൂർ. സോ നമുക്ക് നേരെ വീട്ടിൽ പോകട്ടോ. ഇന്നത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞു. ചെറിയൊരു ഡെയിലി വ്ളോഗ്, കുറച്ച് നാൾ ഇങ്ങനത്തെ വ്ളോഗായിരിക്കട്ടെ. കാരണം ശരീരം ക്ഷീണിക്കുന്ന പരിപാടികളൊന്നും പിടിക്കരുതെന്നാണ് ഡോക്ടറും ന്യൂട്രീഷനും എല്ലാം പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് വലിയ പരിപാടികളൊന്നും ഉണ്ടാവില്ല. സൈക്കിൾ ഔട്ടെന്ന് അങ്ങനെ ദേഹം അനങ്ങിയിട്ടുള്ള പരിപാടി ഉണ്ടാവില്ല. ഫാമിലി വ്ളോഗ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. സോ വേറെ പ്രത്യേകിച്ചൊന്നുമില്ലല്ലോ. കേട്ടോ. വീഡിയോ ഇവിടെ വെച്ചാൽ വൈൻഡ് ചെയ്യാം. നേരെ വീട്ടിൽ പോയി കിടന്നുറങ്ങാൻ പോവാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ ഭാഗത്തുനിന്ന് സപ്പോർട്ട് അറിയിക്കുക. +1 +2 പഠിക്കുന്നവർക്ക് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് ഒന്നിച്ച് മുന്നേറി എവിടെയൊക്കെ കണ്ടുപിടിക്കാം കേട്ടോ. എവിടെയൊക്കെ ബഡ്ജറ്റ് എന്നിട്ട് സ്ഥലം പഠിപ്പിക്കാതൊക്കെ നോക്കിയിട്ട്. സോ സ്റ്റേ ട്യൂൺ ഗൈസ്. ബൈ. നാളെ 6 മണിക്ക് കാണാം. ബൈ.